ആദിപരാശക്തിയുടെ അനുഗ്രഹം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നവരാത്രി പൂജയുടെ ഭാഗമായി ഇന്ന് ദേവിയുടേത് കാലരാത്രി ഭാവമാണ്. പരബ്രഹ്മമാകുന്ന സർവേശ്വരൻ്റെ ഉപസംഹാര രൂപമാണ് കാലരാത്രി. പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരേയൊരു മൂലപദാർത്ഥത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദേവിക്ക് മൂലപ്രകൃതി എന്ന നാമം ലഭിച്ചത്. എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ട ശേഷം അല്പകാലം നിലനിന്ന് പിന്നെ അത് മൂലപദാർത്ഥമായി പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. സംഹാരം എന്നാൽ ഇല്ലാതെയാക്കൽ അല്ല, അത് വിഘടിപ്പിക്കലാണ്. ഈ വിഘടിപ്പിക്കലിനെ സൂചിപ്പിക്കുന്ന ദേവിയുടെ ഭാവമാണ് കാലരാത്രി. കാലമാണ് ഓരോന്നിനെയും വിഘടിപ്പിക്കുന്നതിന് പിന്നിലെ ശക്തി. കാലരാത്രി എന്ന നാമം അതിൻ്റെ പ്രതീകമാണ്. കാലരാത്രി ഭാവത്തിലെ ദേവിയുടെ വാഹനം ഗർദഭമാണ്. ഗർദഭം എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത എന്നാണ്. ആന്തരരഹസ്യങ്ങൾ മനസ്സിലാക്കാത്ത ക്രിയകളെ സൂചിപ്പിക്കുന്നതാണ് ഗർദഭ കർമ്മങ്ങൾ. കാലരാത്രി ദേവിയുടെ ആഭരണങ്ങൾ വിദ്യുത് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയാണ്. പ്രാണോർജ പ്രതീകമാണ് ദേവിയുടെ ആഭരണം. അഴിഞ്ഞു ചിതറിയ തലമുടി തടയാനാകാത്ത ശക്തിയെ അർത്ഥമാക്കുന്നു. കറുപ്പ് നിറത്തോടുകൂടി കാലരാത്രി ദേവി ദുർഗാദേവിയുടെ രൗദ്രരൂപമാണ്. രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിച്ച ദേവിയാണ് കാലരാത്രി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളു, എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനുമഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു
മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നെന്നോടരുൾ ചെയ്താൾ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. ഇനി രാമായണ ദർശനം. സീതയെ കാണാത്തതിനെ തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തുന്നു. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് വേദന സഹിക്കാനാവാതെ ലക്ഷ്മണൻ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. തുടർന്നുള്ള ഭാഗം സ്വാമി ചിദാനന്ദപുരി രാമായണ ദർശനത്തിൽ വിവരിക്കുന്നത് കേൾക്കാം. മാരീച്ച നിഗ്രഹം കഴിഞ്ഞ് ശ്രീരാമൻ പർണശാലയിലേക്ക് മടങ്ങുന്നു. വഴിയിൽ വെച്ച് ലക്ഷ്മണനെ കാണുന്നു. തീർത്തും പ്രാകൃത ഭാവത്തെ ആശ്രയിച്ച് ലക്ഷ്മണന് മുമ്പിൽ അഭിനയിക്കാം എന്ന് നിശ്ചയിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോട് അന്വേഷിക്കുന്ന ഭാഗമാണ്. ഇവിടെ പ്രാകൃത ഭാവത്തെ ആലംബിക്കാം തുടങ്ങിയ വർണ്ണനകൾ വാൽമീകീയത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം അവിടെ മായാസീത എന്നൊരാശയമില്ല. അതുകൊണ്ട് സീതയെ കാണാത്ത അല്ലെങ്കിൽ സീതയെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന രാമൻ തന്നെയാണ് അവിടെയുള്ളത്. ഇവിടെയാകട്ടെ ഇതെല്ലാം മായാനാടകമാണെന്നറിയുന്ന ഭഗവാന്റെ വർണ്ണനയാണ്. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ, എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും, കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ, കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും, അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി. ഹേ ലക്ഷ്മണ, നീ എന്തിനാണ് സീതയെ ഉപേക്ഷിച്ച് പർണശാലയിൽ ഒറ്റയ്ക്കാക്കി വന്നത്? രാക്ഷസർ അവളെ കൊണ്ടുപോവുകയോ കൊന്നു ഭക്ഷിക്കുകയോ ചെയ്യില്ലേ? ഈ രാക്ഷസജാതിക്ക് അരുതാത്തത് എന്തെങ്കിലും ഉണ്ടോ ഓർത്താൽ? ഇവിടെ രാക്ഷസജാതികളുടെ സ്വഭാവം അവർക്കരുതാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഒരു പ്രത്യേക വംശമായിട്ട് നമ്മൾ രാക്ഷസരെ കാണേണ്ട ആവശ്യമില്ല. രാവണനും മാനുഷരൂപത്തിൽ തന്നെയാണ് ലോകത്തിൽ ചരിച്ചത് എന്നല്ല, ബൗദ്ധികമായി മനുഷ്യർക്ക് നേടാവുന്ന പരമാവധി നേടിയ ആളാണ് രാവണൻ. സാമവേദ പണ്ഡിതനാണത്രേ. വളരെ കഠിനമായ തപസ്സനുഷ്ഠിച്ച ആളാണത്രേ. അവിടെ രാക്ഷസൻ്റെ രാക്ഷസത്വം അവൻ്റെ വ്യവഹാരത്തിലാണ്, അല്ലാതെ ചിത്രകാരന്മാർ കൽപ്പിക്കുന്നത് പോലെ രൂപത്തിൽ അല്ലെങ്കിൽ ആകാരത്തിലല്ല. അങ്ങനെയും ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് രാക്ഷസ സ്വഭാവം അവർക്ക് ഇന്നതേ ചെയ്തുകൂടൂ, ഇന്നതൊന്നും ചെയ്തുകൂടാ എന്നുള്ളത് അവർക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ സമാജത്തിലേക്ക് സമൂഹത്തിലേക്ക് ഒന്ന് നോക്കുക. തീർത്തും ധാർമ്മിക മൂല്യം തീർത്തും നഷ്ടപ്പെട്ട രീതിയിൽ നൊന്തുപെറ്റ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ, അമ്മയെ കൊല്ലുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചു കുട്ടികളെ മുതൽ മുത്തശ്ശിമാരെ വരെ പിച്ചി ചീന്തുന്ന രാക്ഷസീയത, വൃദ്ധാവസ്ഥയിൽ പോലും, ശരീരത്തിൻ്റെ വൃദ്ധാവസ്ഥയിൽ പോലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള ഏതോ അദൃശ്യ കാമുകൻ്റെ കൂടെ ഓടിപ്പോകുന്ന മുത്തശ്ശി. ഇതെല്ലാമാണ് നമ്മുടെ സമാജത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. രാക്ഷസരെ തേടി നമ്മൾ അങ്ങും ഇങ്ങും
അഥവാ ഇതിഹാസത്തിലേക്ക് പുരാണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അല്ല, രാക്ഷസീയത നമ്മയൊക്കെ ഗ്രസിക്കുന്ന ഭാവമാണോ? ആ രാക്ഷസീയതയെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ഈ വിഷയങ്ങളാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ രാമായണ പഠനം ചെയ്യുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. കേവലം ഭക്തിപൂർവ്വം വായിച്ച് മുന്നോട്ട് പോവാൻ മാത്രമല്ല രാമായണം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്യം നമ്മെ ചിന്തിപ്പിക്കണം. രാക്ഷസജാതികൾക്ക് ഇന്നതേ ചെയ്യാവൂ, അവർ കരുതാത്തത് എന്നൊരു സങ്കല്പമുണ്ടോ? ഈ രാമൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം ജ്യേഷ്ഠൻ ചോദിച്ച സമയത്ത് തൊഴുത് വിവശനായി ഗദ്ഗദത്തോടുകൂടെ ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ അത്യന്ത ദുഃഖത്തോടുകൂടി മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്ന വചനങ്ങൾ, അചിന്ത്യമായിരിക്കുന്ന ഹൃദയഭേദകമായിരിക്കുന്ന വചനങ്ങൾ ഓർത്തുകൊണ്ട് രാമനോട് അറിയിക്കുകയാണ് ലക്ഷ്മണൻ. അതും ധാരയായി കണ്ണുനീർ തൂകിക്കൊണ്ട്. ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം, ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോട് അരുൾ ചെയ്താൾ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതുനൂനം, കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. ഉണ്ടായത് അതുപോലെ വർണ്ണിക്കുകയാണ്. എന്നാൽ സീത പറഞ്ഞ അചിന്ത്യങ്ങളായ പദങ്ങളെ തൻ്റെ വാക്കിലൂടെ പറയുമ്പോൾ തൻ്റെ ധാർമ്മികതയും വിനയവും എല്ലാം സ്ഫുരിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറയുന്ന മറുപടിയാണ്. ഹാ ലക്ഷ്മണ, എന്നെ രക്ഷിക്കണേ എന്നും മറ്റും രാക്ഷസൻ്റെ ശബ്ദം കേട്ടു. ഇത് അങ്ങയുടെ ശബ്ദമാണെന്ന് സീത ഉറപ്പിച്ചു. വേഗം തന്നെ അന്വേഷിച്ച് ചെല്ലാൻ എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ സഹോദരൻ ഒരിക്കലും, ശ്രീരാമൻ ഒരിക്കലും ഇങ്ങനെ കരയില്ല. അതുകൊണ്ട് ചിത്തമോഹം വേണ്ട, അല്പസമയം കാത്തു നിൽക്കൂ എന്ന് പലവരും ഞാൻ പറഞ്ഞെങ്കിലും ഇത് രാക്ഷസരുടെ മായാഭാഷിതമാണ്, അതുകൊണ്ടത് വിശ്വസിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും ദേവി അതൊന്നും സ്വീകരിച്ചില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് കേട്ട് എന്നോട് ദേവി വീണ്ടും ശക്തമായി പറയുകയാണ് ചെയ്തത്. അതിനനുസരിച്ച് മറ്റ് ഗത്യന്തരമില്ലാതെ താൻ വന്നതാണ് എന്ന് ലക്ഷ്മണൻ അറിയിക്കുന്ന ഭാഗമാണ്. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. രാക്ഷസ പ്രകൃതി തേടി ഇതിഹാസങ്ങളിലേക്കോ പുരാണങ്ങളിലേക്കോ അന്വേഷിച്ചു പോകേണ്ടതില്ല. വർത്തമാനകാലം രാക്ഷസീയതയുടെ നേർ ചിത്രമാണ്. കുഞ്ഞിനെ കൊല്ലുന്ന അമ്മ, അമ്മയെ കൊല്ലുന്ന മക്കൾ, കുട്ടികളെ മുതൽ മുത്തശ്ശിമാരെ വരെ പിച്ചി ചീന്തുന്ന രാക്ഷസീയത. രാക്ഷസീയതയിൽ നിന്ന് ഈശ്വരത്വത്തിലേക്ക് വളരാൻ പഠിപ്പിക്കുന്നതാണ് രാമായണം എന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാമിജി. അടുത്തതായി സനാതനധർമ്മം. അവനവനെ തിരിച്ചറിയാനുള്ള മാർഗം ഉപദേശിക്കുന്നതാണ് മതം. ആ തിരിച്ചറിവ് വ്യക്തിയെ താൻ ചൈതന്യ സ്വരൂപമാണെന്ന ബോധത്തിലേക്ക് ഉയർത്തുന്നു. ഓരോ ജീവനും ചൈതന്യമാണെന്ന് സ്വാമി വിവേകാനന്ദൻ്റെ വചനങ്ങളെ വിശകലനം ചെയ്യുകയാണ് സ്വാമി നന്ദാത്മജാനന്ദ ഇന്ന് സനാതനധർമ്മത്തിലൂടെ. നമസ്കാരം. വിശ്വവിജയിയായ സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്ബോധനങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, പഴയ മതങ്ങൾ പറഞ്ഞു ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരൊക്കെ നാസ്തികന്മാരാണ് എന്ന്. പുതിയ മതം പറയുന്നു അവനവനിൽ വിശ്വാസമില്ലാത്തവനാണ് നാസ്തികൻ എന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു തുള്ളി ജലം ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. ആ ജലം തിരിച്ചറിയുന്നത്, ആ തുള്ളി തിരിച്ചറിയുന്നത് എന്തായിരിക്കും? ഞാൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്നായിരിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉപ്പുപാവ
കടലിൻ്റെ ആഴമളക്കാൻ പോയി. എന്തായിരിക്കും ആ ഉപ്പുപാവ തിരിച്ചറിയുന്നത്? ആ ഉപ്പുപാവ കടലിൻ്റെ ഭാഗമായി തീരും അവസാനം. ഇതുപോലെ സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഓരോ ജീവനും യഥാർത്ഥത്തിൽ ചൈതന്യം തന്നെയാണ് എന്ന്. സ്വാമികൾ പറയുന്നു, ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന്. മതങ്ങളെപ്പറ്റി വിവേകാനന്ദ സ്വാമികൾ ചിന്താലോകത്ത് നടത്തിയ ഒരു വിപ്ലവമാണ് നാം ഇപ്പോൾ സൂചിപ്പിച്ചത്. മുമ്പ് പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട മതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശ്വരൻ വെളിയിലെവിടെയോ ഇരിക്കുന്നു എന്നാണ്. ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താറുണ്ടായിരുന്നത്. നമ്മിൽ പലരും ഇപ്പോഴും വിചാരിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമുക്ക് ബാഹ്യമായ ഒരു ഈശ്വരനുണ്ട് എന്ന്. എന്നാൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് മതം എന്നാൽ അവനവനെ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് എന്നാണത്രേ. അതായത് നമ്മൾ ചെയ്യുന്ന പൂജകളും വഴിപാടുകളും സാധനങ്ങളുമൊക്കെ അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയാവണം. അതായത് ഞാൻ ആരാണ്, അതിനുള്ള ഉത്തരം വേദാന്തം നൽകുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ചൈതന്യമാകുന്നു എന്ന്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവ് പറയുകയുണ്ടായി. അതായത് മനുഷ്യനുള്ളിലെ, അതായത് ഓരോ ജീവനിലും കുടികൊള്ളുന്ന ആ വലിയ സാധ്യതയെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സിലാകുന്ന കാര്യം ഞാൻ തന്നെയാണ് പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അതായത് ഈശ്വരൻ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്നു. ഇത് യുക്തിയുക്തമായൊരു കാര്യമാണ്, ശാസ്ത്രയുക്തമായ ഒരു കാര്യമാണ്. സ്വാമി വിവേകാനന്ദൻ ചെറുപ്പത്തിൽ നരേന്ദ്രനായിരുന്നപ്പോൾ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ച കാര്യം ഈശ്വരനുണ്ടോ, ഈശ്വരനെ കാട്ടിത്തരാമോ എന്നായിരുന്നു. അതിന് നരേന്ദ്രൻ കണ്ടെത്തിയ ഉത്തരം എനിക്കുള്ളിലും എൻ്റെ ഉള്ളിലും പുറത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ചൈതന്യമായി ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യമാണ്. ഇപ്രകാരം സ്വന്തം അസ്തിത്വത്തെ മനസ്സിലാക്കിയ മഹാത്മാക്കളത്രേ വൻ കാര്യങ്ങളൊക്കെ ചെയ്തവർ. ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിയുടെ കാര്യമെടുക്കാം. ഉള്ളിൽ കുടികൊള്ളുന്ന രാമനെയാണ് മഹാത്മാഗാന്ധി സാക്ഷാത്കരിക്കുകയുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈശ്വരൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കൽ എന്ന് പറയുന്നത് അവനവനിലുള്ള വിശ്വാസമില്ലായ്മയാണ്. അതായത് നാസ്തികത്വം എന്നാൽ ഈശ്വരനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമില്ലായ്മയ്ക്ക് തുല്യമാണ്. ഞാൻ ആരാണ്? ഇതിൻ്റെ ഉത്തരമാണ് മതങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അതിലൂടെ നാം എത്തുന്നത് ഓരോ ജീവനിലും കുടികൊള്ളുന്ന അപാര സാധ്യതകളിലേക്കാണ്. അത്തരത്തിലുള്ള അപാരമായ സാധ്യതകളെ തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുന്നത്, ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നത്. അപ്രകാരം മതം നൽകുന്ന ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മനോഹരമാക്കാം, ചൈതന്യപൂർണ്ണമാക്കാം. നമസ്കാരം. അഗ്നിയെ ധൂമവും കണ്ണാടിയെ അഴുക്കും ഗർഭത്തെ ചർമ്മവും എങ്ങനെ മൂടി വച്ചിരിക്കുന്നുവോ അതുപോലെയാണ് ജ്ഞാനത്തെ കാമം അഥവാ ആഗ്രഹം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത്. ഇത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകാർത്ഥമാണ്. ഇനി ആരതി ദർശിച്ച് ഇന്നത്തേക്ക് മടങ്ങാം. ഏവർക്കും നമസ്കാരം.
सुमनसवन्दित सुन्दरी माधवी चन्द्रसहोदरी हेममये मुनिगणमण्डित मोक्षप्रदायिनी मञ्जुलभाषिणी वेदनुते पङ्कजवासिनी देवसुपूजिता सगुणवर्षिणी शान्तियुते जय जय हे मधुसूदनकामिनी जय जय हे मधुसूदनकामिनी आदिलक्ष्मी